മനസ്സിലാവാത്തതിന്റെ പ്രശ്നം ശരിക്കും മുന്നേ ഉണ്ട്. പണ്ട് അവര് പറഞ്ഞിട്ടുണ്ട്. നമ്മള് 4 മില്യൺ ഫോളോവേഴ്സ് പ്രശ്നം. ഏകദേശം എന്റെ അച്ഛൻ വന്ന് എന്റെ അടുത്ത് സംസാരിക്കണേ, ഇവൻ ഈ കുടുംബശ്രീ അല്ല ഇവരെടുത്ത് പറയുന്നത്. ഇവിടെ ഇവരെന്താ അച്ഛന്റെ കേസെല്ലാം പറയുന്നത്. ദേഷ്യമായിരുന്നെങ്കിലും പിന്നെ ലേറ്റർ ഓൺ ഇറ്റ് ബിക്കം വെരി ഫൺ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ കുറച്ച് പറഞ്ഞു, കണ്ടന്റുകളിൽ ഞാൻ കയറി, ഞാൻ അർജുൻ എടുത്തിട്ട് തിരിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ലേറ്റർ ഓൺ ആൾക്കാർ അല്ല, ഇവരൊക്കെ തന്നെ സ്ഥിരം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബാറ്റിൽ നടത്തുന്നവരാണ്. പുള്ളി തന്നെ പറയുന്നുണ്ടല്ലോ ലേറ്റർ ഓൺ അത് ഫണ്ണായിട്ട് തോന്നി, അതാ നോർമലൈസ്ഡ് ആയി എന്നുള്ളതാണ് പറയുന്നത്. റിലീസിന് മുമ്പ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വീറ്റ് റോസ്റ്റ് അല്ല കുഴപ്പമില്ല, പോട്ടെ. ഞങ്ങളുടെ ചാനലിന്റെ പേര് വിറ്റ് റോസ്റ്റ് എന്നാണ്. വിറ്റ് തൊട്ട് വിറ്റൊന്നും ഇല്ലാതെ നിങ്ങളെ വീഡിയോസിൽ ഇവരെ ഞാൻ 2 സ്റ്റാൻഡപ്പ് കോമഡികൾ കണ്ടു നോക്കി. എന്തെങ്കിലും വിറ്റ് റോസ്റ്റ് ഇവിടെ വിറ്റ് മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. വിറ്റില്ലാലോ, കോമഡി ഇല്ല ഇവരത്, അതാ പ്രശ്നം. ഭയങ്കരമായിട്ടുള്ള ബോഡി ഷേപ്പിംഗോ അല്ലെങ്കിൽ അതിഭീകരമായിട്ട് ഒരാളുടെ പേഴ്സണൽ സ്പേസ് വെച്ച് പേഴ്സണാലിറ്റി കാര്യങ്ങൾ പറയുന്ന ഒരു കൈൻഡ് ഓഫ് റോസ്റ്റിങ്ങിനോട് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ച് പോർഷൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തന്നെ കുറിച്ച് പറയുന്ന ഞാനില്ലേ ഇതില്, എന്നെ കുറിച്ച് പറയുന്നില്ലേ? ഈ വീഡിയോ അല്ലേ ഈ വീഡിയോ ഒരു വേറെ ഇട്ടില്ല. ആകെ 3 വീഡിയോയിലുള്ളൂ. 3.5K വ്യൂസ്, 913 വ്യൂസ്. അതെന്താന്ന് സ്റ്റാൻഡപ്പ് അല്ല സ്റ്റാൻഡപ്പ് എന്തായാലും അനക്കൊന്നും ഇവർ സ്റ്റാൻഡപ്പ് വർക്കാകത്തോണ്ട് ഇതിലേക്ക് ഇറങ്ങിയതാണ്. മറ്റേത് 14K ലാസ്റ്റ് ഇട്ടത്. അതാ ഇഷ്യൂ ഉള്ളോണ്ട്. ഇത് നോക്കട്ടെ, ഡിസ്ക്രിപ്ഷൻ നോക്കട്ടെ. ഞാൻ ആവാൻ കഷ്ടപ്പെടുന്ന ബ്രോ. വളരെ സീക്രട്ടാണ്. ലാസ്റ്റ് വെക്ക് 27 ഷസാമൽ റിയാക്ട് ചെയ്ത. ഓ ഇവരെല്ലാരും റിയാക്ട് ചെയ്ത. എന്താ വാണ്ടി വർക്കര് ഗുരു ആൾക്കാരുടെ പേര് ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് പോകണം. നമ്മുടെ ഒരു മൂവി പ്രൊമോഷൻ കഴിയുമ്പോ മൂവിയാണ് പ്രൊമോട്ട് ആവേണ്ടത്. ഓഫ് കോഴ്സ് ആ മീഡിയ കളവൻ എന്താ പറയുന്നത് എനക്കൊന്നും തിരിയുന്നില്ല. ഇത് ബോറിംഗ് കോൺവെർസേഷൻ ആണല്ലോ ഇവര് പറയുന്ന ആള്. എന്റെ വാർത്ത എത്തിന്ന് തോന്നുന്നു. ലാസ്റ്റ് അല്ലേ? ആ അതെ കഴിഞ്ഞു. ഇവിടെ എന്റെ വാർത്ത. നിനക്ക് ആരെ വേണമെങ്കിലും കളിയാക്കാം. അത് ശരിയാ, പ്രായം നോക്കേണ്ട കാര്യമില്ല. അത് നിങ്ങക്ക് പ്രായമായിക്കൊണ്ട് തോന്നുന്നു. ഇനി വീഡിയോ വന്നു. ഇതെന്ത് ഇടക്കിടക്ക് വീഡിയോ വന്നോണ്ടിരിക്കണം. ഏതായത് എടാ മെയിൻസ് ആരാടെ വെച്ചിട്ട് ഇവര് ഈ വീഡിയോ ഇറക്കിയതല്ലേ ഇതിന് വേണ്ടാ. ഇവരെ ഹാഷ്ടാഗിൽ തന്നെ എന്റെ പേരാണ്. എന്നിട്ട് എന്തോ മറന്നുപോയ പോലെ കളിക്കുന്നതാ. ഹിന്ദിക്കാരൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇതേത് ഹിന്ദിക്കാരനാണ്? ഇതാരാണ്? ഞാൻ ഹിന്ദിക്കാരനാ. എനക്കൊരു ഹിന്ദിക്കാരന്റെ ലുക്ക് ഉണ്ടോ? അടെ ഋത്തിക് റോഷനാ ഉദ്ദേശിച്ചത്. ഋത്തിക് റോഷന്റെ ഒരു ലുക്ക് ഉണ്ടല്ലേ? കാര്യോടാ അമേരിക്കക്കാരന് ഫോളോ ചെയ്യാനല്ലേ നീ? ഞാൻ അമേരിക്കാണോന്നല്ലേ ചോദിക്കുന്നതാ. അല്ല ഞാൻ അമേരിക്ക എടാ ഇത് മറ്റേ വളിവാണെന്ന്. എടാ എല്ലാത്തിനും അറിയാടാ. എന്റെ കാര്യം പറയാലോ. ഇവരില്ലേ ഇവര് ഇന്നല്ലേ വീഡിയോ ഇറക്കിയേ? ഞാൻ റിയാക്ട് ചെയ്തിട്ട് ഒരാഴ്ചയില്. ഇവരാ മറ്റേ ഇവര് ഇഷ്യൂ വന്നിട്ട് 10 ദിവസമായി. ഇവര് 10 ദിവസം 4 ഒരു റൂമിന്റെ ഉള്ളിൽ കുത്തിയിരുന്ന് പ്ലാൻ ചെയ്ത് ഈ വീഡിയോ മൊത്തം റിസർച്ച് ചെയ്ത് ഞാൻ റിയാക്ട് ചെയ്ത് മൊത്തം ഇരുന്ന് കണ്ട് ഇഷ്യൂന്റെ മൊത്തം ഇരുന്ന് കണ്ട് കരഞ്ഞു തീർത്തിട്ടാണ് ഇവര് ഫുൾ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ട് വന്നത്. എന്നിട്ട് എന്തോ അറിയാത്ത പോലെ. എന്റെ പേരെന്താ? പേര് തൊപ്പിന്നാണ് അറിയുന്നത്. ശരിക്കും പേരൊന്നും അറിയില്ല. ഇവാണെന്ന് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക്. വീറ്റ് റോസ്റ്റ്
ചെയ്തുകൊണ്ട് മാത്രം റീച്ച് കിട്ടി കിട്ട പരിപാടി മെന്റൽ ഹോസ്പിറ്റലിൽ എടാ ഇവനെന്താ ഇവർ എന്റെ റീല് എന്റെ ഇത് കണ്ട് ചിരിക്കാന്ന് എന്റെ ലൈവ് കണ്ട് ഇരിക്കാണ്ട് റിയാക്ട് ചെയ്യും. ഇവരൊന്നും പറയുന്നില്ലേ? ലൊട്ടെ ഇവനെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാ ലൊട്ട. ഞാൻ കാര്യം പറഞ്ഞേ, ഓ ഇവനെന്റെ ഫാനാന്ന് കേട്ടാ. എന്നെ കുറിച്ച് ഈ ചങ്ങായിക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാട്ടാ, കളവനെല്ലാം അറിയാട്ടാ എന്നെ കുറിച്ച്. കൊറേ റീൽസ് കാണാറുണ്ട് ഇൻസ്റ്റയില് പറഞ്ഞ ഓ കളവന്റെ ഫാനാ കേട്ടാ. കംപ്ലീറ്റ് പറയാ. ഇതിന്റെ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ലൊട്ട, പിന്നെ അങ്ങനത്തെ കാസർഗോഡിന്റെ കാസർഗോഡോ എനിക്കറിയില്ല, എനിക്ക് അതെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു കാസർഗോഡ് അല്ലടാ കണ്ണൂരടാ ലൊട്ടെ. ഇത് കേൾക്കാൻ ഭയങ്കര രസാ. സച്ചിൻ ജോൺ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഇവരിപ്പോൾ സ്ക്രിപ്റ്റ് ആണ്. സ്ക്രിപ്റ്റാ ആടെ ഇവര് ഫുള്ള് എഴുതി വെച്ച് പഠിച്ചിട്ട് വന്നേടാ. എന്നിട്ടും ഇവരൊന്നും പറയുന്നില്ല, കണ്ടിരിക്കല്ലേ എന്നുള്ളൂ. ഇവന് കൊണ്ടുവരുന്ന ഫാൻസ് ഉണ്ടോ? ഇവന് കൊണ്ടുവന്നൂരാ ഫുൾ ഫാൻസ്. കൊണ്ടുവരാണോ അവന്റെ ഫാൻ യൂണിറ്റ്? കൊണ്ടുവരാണോ കൊണ്ടുവന്നവരാണോ? ഇവന് കൊറേ ഉണ്ട്. എല്ലായിടത്തും പ്ലേ ചെയ്യടാ, തീർക്കാത്. അതെ, തൊപ്പിന്നോ ചപ്പിന്നോ. അടി ഇവന്റെ പേരെന്തേലും അടിയിൽ 4 എനിക്ക് ഇവന്റെ പേര് മാത്രം. ഇവന്റെ പേരെന്തോ മഹാമൈരൻ അങ്ങനെ എന്തോ ഇവന്റെ പേര്. ഈ ഒറ്റ ഒരുത്തന്റെ പേരെ എനിക്ക് അറിയൂ, ബാക്കി 3 എനിക്കറിയില്ല. ആകെ അറിയുന്നത് ഇവനെന്തോ ഒരു ചിരി വമ്പൻ ചിരി നാട്ടം പറഞ്ഞൊരു പരിപാടി, ഒരു പൊളിഞ്ഞു പോയ പരിപാടി ഉണ്ട്. അതിൽ വന്നിട്ട് ചളി അടിച്ചിട്ട് ഹിറ്റായിട്ട് ഒഴിവായതാണ് ഇവൻ. ആ പരിപാടി പൂട്ടിപ്പോയി തോന്നല, ഇപ്പൊ ഇല്ലാന്നല്ലേ പരിപാടി. ഇവര് ഫുൾ ആക്ടിങ് ആണ്, ഇവർക്ക് തന്നെ അറിയാം. ആടാ ഇവർക്ക് തന്നെ അറിയാം, ഇവരെ എന്റെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും. ജീൻസ് ഇട്ടോനൊന്നും പറയുന്നില്ല, പറയാ നമുക്കത് വീതിച്ചെടുക്കാം. വീതിച്ചെടുക്കണ ജീൻസ് ഇട്ടോനോ തിരിച്ചു പറയണം. ത്രൂ ഗൂഗിൾ പേ. ഇൻസ്റ്റ ഐഡി കണ്ടുപിടിച്ച് മെസ്സേജ് ആകു ബ്രോ. ഇൻസ്റ്റ ഐഡി ടൈപ്പ് ഇവരെ ഇൻസ്റ്റ ഐഡി ടൈപ്പ് ഞാൻ മെസ്സേജ് ആക്കി. ഇവരെ എനിക്കൊരു ഇത് വേണോടാ, ഒരു എൻകൗണ്ടർ വേണോടാ. ഇവരെ ഷോയിലേക്ക് പോകണം. 4 മില്യൺ കിട്ടണമെങ്കിൽ ഉപ്പയും കുണ്ടിട്ടാട്ടണം, അപ്പോഴേ 4 മില്യൺ കിട്ടത്തുള്ളൂ. ആ നിന്നോട് പറഞ്ഞ ജീൻസ് ഇട്ട വൈരം തിരിച്ചു അറിയുന്നില്ല, ചങ്ങായിമാരോട് പറഞ്ഞു കൊടുക്കാന്ന്. ഓ അച്ഛനോട് പറഞ്ഞു കൊടുത്തു. എനിക്ക് വന്ന് ഇവന്റെ അച്ഛനാന്ന് തോന്നി ഇപ്പുള്ളത്. ഇവന്റെ ഉപ്പൂപ്പ ഒക്കെ കുണ്ടിട്ട് കുലുക്കിയിട്ടും ഇവൻ MRS തൊപ്പിന്ന് അറിയുള്ളൂ. ഈ തൊപ്പിയായിരിക്കും. എന്റെ പേരറിയില്ല. അടാ അതിന് ആദ്യം എന്റെ പേര് പറയുന്നത് എടാ ഇതെന്റെ ഗെയിമർ നെയിമാണ്, ഇതെന്റെ ഗെയിമർ നെയിമാണ്, ഞാൻ സ്ട്രീമർ. ഇത് ഏതാണ്ട് 80s വേണം. എടാ അപ്പൊ ഞാൻ നിന്നെ പോലെ ഞാൻ അടക്ക അളവായ. അപ്പൊ ഞാൻ നിന്നെ പോലെ റേഷൻ കാർഡിലെ പേരിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കളിക്കണം നീ പറയുന്നത്. അമൽ രാജ് PP എന്ന് പേരിട്ടിട്ടാണ് സോഷ്യൽ മീഡിയ കളിക്കണം. ഇത് MRS അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ MRS അല്ല, ഇതെന്താ MRF-ന്റെ ടയറാ. എടാ MRS അല്ല, MRZ എന്നുള്ളത് ZZ എന്നാ പ്രൊനൗൺസ് ചെയ്യാം. 80s അത് അറിയില്ലാന്ന് തോന്നുന്നു. MRZ തൊപ്പി എന്നെ പേര്. ഇഫ് യു ഡോണ്ട് നോ. നിന്റെ ഉപ്പൂപ്പനോട് നല്ല പോലെ കൊണ്ടി കുലിക്കാൻ പറയാം. നിന്റെ പേര് നിനക്ക് പിന്നെ ഉപ്പൂപ്പ ഉണ്ടാവില്ലല്ലോ, കാരണം നിനക്ക് തന്നെ ഒരു 45 വയസ്സുണ്ട്. നിന്റെ ഉപ്പാക്ക് 90 ഉണ്ടാവും. പിന്നെ ഉപ്പാപ്പ എന്തായാലും ചത്തുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉപ്പാപ്പ ഇല്ലാത്തോണ്ട് ഏതാ നീ കളവ് ഇറങ്ങിയില്ലടാ. കഷ്ടപ്പെട്ടാലും 5 രൂപ 5 രൂപ കൊടുത്താൽ മതിയടാ. ഇവിടുത്തെ വ്യൂവേഴ്സ് എനിക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിന് ഞാൻ എന്താക്കാനാണ്? 5 രൂപ കളിക്കാൻ പോകുന്നത് 5 രൂപ എടുക്കാണ്ടേക്കാ. നിന്റെ 5 റുപ്യ പോലും നിങ്ങളെയും എടുക്കാറില്ലല്ലോ. അകല്ലടാ കോമഡി. ഞാൻ 5 ഓക്കെ ഞാൻ പറയട്ടെ. ഇവര് മൊത്തം ഇട്ട വീഡിയോസ് എത്ര വീഡിയോസ് ഇട്ട് ഇവര്? 3 വീഡിയോസ്. അതിന് മൊത്തം എന്താ ഞാൻ പറഞ്ഞ അനക്ക് 5 റുപ്യെങ്കിലും കിട്ടുന്നുണ്ട്. ഇവരെ ഞാൻ പറയട്ടെ 3.5K 915 വ്യൂസ് 14K വ്യൂസ്. മൊത്തം ഇവരെ ചാനലിൽ ഇവർക്ക് കമ്പൈൻഡ് വ്യൂസ് എത്ര അറിയോ? 18 20K കൂട്ട്. 20K യൂട്യൂബിൽ എത്ര വ്യൂസ് കിട്ടും?
RPM എത്ര കിട്ടോ ഇപ്പൊ എത്ര ധീരജ് ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. അടിച്ചു അണ്ണാക്കിൽ കൊടുത്തു മയിര്. ടൈംസ് 12 RPM ആവറേജ് RPM 12 കൂട്ട് 240 റുപ്യ. അത് നിക്ക് വിറ്റ്ക്രൂക്ക് മൊത്തം റവന്യൂ കിട്ടിയത് 240 റുപ്യ. ഞാൻ ഒരു ദിവസം സ്ട്രീം ചെയ്തിട്ട് എനിക്ക് ഡൊണേഷൻ വരുന്ന പൈസ നിങ്ങൾ ഒരു മാസത്തെ ശമ്പളം, നിങ്ങൾ ഒരു മാസത്തെ സാലറി എനിക്ക് ഒരു ദിവസം സ്ട്രീം ചെയ്ത ഡൊണേഷൻ മാത്രമായിട്ട് കിട്ടും. പിന്നെ യൂട്യൂബിൽ നിന്ന് വേറെയും ലോക്കോന്റെ വക വേറെ പ്രൊമോഷൻ വേറെയും കിട്ടും. ഓക്കെ, അതിന്റെ ഒരു ദിവസം നീ പറയുന്ന 5 രൂപ ഡൊണേഷൻ വരുന്ന സംഭവമില്ലേ, നിന്റെ ഒരു മാസം ശമ്പളം എനിക്ക് ഒരു ദിവസം സ്ട്രീം ചെയ്ത ഡൊണേഷൻ ആയിട്ട് കിട്ടും. ലോട്ടെ അവന്റെ വീഡിയോക്കകത്ത് തന്നെ അവന്റെ കൊണ ഉണ്ടല്ലോടാ. ഐ ആം ഹോണി 5 രൂപ വരെ അടി ഇവർക്ക് ഡൊണേഷൻ വരാത്തോണ്ട് ഇവർക്ക് പൊള്ളുന്നുണ്ട് കേട്ടോ. എനക്ക് കുറെ ആൾക്കാർ ഡൊണേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് ഇവർക്ക് പൊള്ളുന്നുണ്ട്. അതാണ് ഇവന് വേറെ പ്രശ്നങ്ങളുണ്ട്. ഇതല്ല ഇവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. ഇവൻ എവിടെയോ പേടിഎം മറ്റേ ഇത് വെച്ചിട്ട് നടക്ക ആസനത്തിലൊരു QR കോഡും വെച്ച കഷണ്ടിപ്പുണ്ട്. അടി ഇവൻ മുടി ഇതാക്കിയത്, ഇവൻ മുടി മുറിച്ചല്ലേ. അടി ഇവനെ ഞാൻ കഷണ്ടിപ്പുണ്ടേന്ന് വിളിച്ചേല് മനം തോന്നിട്ട് ഇവൻ വീട്ടിൽ ഡോറോ അടിച്ച് റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് കരഞ്ഞടാ. എന്നിട്ട് സൈഡ് എടുത്തിട്ടൊക്കെ ഇവൻ മുടി മുറിച്ച്. അടിവൻ മുടി മുറിച്ചടാ. ഞാൻ പറഞ്ഞത് കേട്ടായി. ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. അടിപൊളി തൊപ്പി. പൊളി റിയാക്ഷൻ. വായി കൂട്ടറാ അണ്ടി. അടെ ഞാൻ പറയട്ടെ, അടെ ഇവൻ മുടി മുറിച്ചിട്ട് വന്നടാ. അവിടെ പാവട ഞാൻ കഷണ്ടിപ്പുണ്ടെന്ന് പറഞ്ഞ ഇവന് പിടിച്ചില്ലടാ. ഇവൻ മനം നൊന്നിട്ട് പോയിട്ട് മുടി സൈഡ് എടുത്ത് അവിടെ കള്ളക്കളവേ. ഒരു QR കോഡ് ഇല്ല, അത് ഇവന്റെ ആസനമാണ്. കുണ്ടർന്നൂർ പാലത്തിന്റെ താഴെ QR കോഡും വെച്ചിട്ട് നിന്റെ ഉപ്പ ഇരിക്കുന്ന ഞാൻ കണ്ടിരി. ഞാൻ അവിടെ ഇരിക്കുമ്പോ അതിന്റെ ഇപ്പുറത്ത് നിന്റെ ഉപ്പ ഇരിക്കുന്ന ഞാൻ കണ്ടിരി. അപ്പോൾ ആരോ സ്കാൻ ചെയ്ത് അടിച്ചിട്ട് പോകുന്നുണ്ട്, അതിന്റെ പൈസ വരുന്നുണ്ട്. ഇവർ എന്റെ സൂപ്പർ ചാറ്റിന്റെ റിയാക്ഷൻ കണ്ടിട്ട് ഇവര് ചിരിക്കാതല്ല. പിന്നെ ഇതെന്ത് റോസ്റ്റിംഗ് ആണ് ഇവർ ഇങ്ങനെ റോസ്റ്റ് ചെയ്യല്? ഇതെന്താ ഇവർ എന്റെ കോമഡി കണ്ട് ചിരിക്കാൻ അവിടെ ഇരിക്കുന്നവർ? ഞാൻ ഇനി ഇത് കാണുന്നില്ല. ഞാൻ ഇവന്റെ റീൽസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവന്റെ ഈ പരിപാടി ഇത് എനിക്ക് യൂട്യൂബിലൊന്നും അല്ലല്ലോ, ഇത് വേറെ കട്ട് ചെയ്തിട്ടേക്കുന്നത്. അത് യൂട്യൂബിൽ വന്നല്ലേ. നല്ല എനിക്ക് ഒന്നും അറിയാത്ത പോലെ വേറെ ഏതോ ആപ്പിലും കണ്ട് ചെയ്യുന്നത്. ജാങ്കോ ലൈവ് അങ്ങനെ എന്തോ. ജാങ്കോ ലൈവല്ല, ലോക്കോ മോനെ ജീൻസ് ഇട്ടത് അറി. നിന്റെ നീ ഇപ്പൊ ഉള്ള ആപ്പില്ല, നീ ഇപ്പൊ യൂസ് ചെയ്യുന്ന ആപ്പ് നീ ഇരുന്ന് കാണുന്നുണ്ട് നിനക്ക് അറിയാം. പട്ടി ഇതാ എന്റെ കണ്ടിലേക്ക് നോക്കണ. 4 കൂലിക്കുലിഞ്ഞിരുന്ന് കുണ്ടന്മാരുടെ ഷർട്ട് ഇടാതെ 4 ഒന്നിച്ചിരുന്ന് കാണുന്നുണ്ട് റൂമിന്റെ ഉള്ളിൽ. കരഞ്ഞു കഴിഞ്ഞ് ഇവര് 4 ഒന്നിച്ചിരുന്ന് കരഞ്ഞു കഴിഞ്ഞ് ഇനി 4 ഷർട്ടും പാനും ഇടാണ്ട് ഒന്നിച്ചിരുന്ന് എന്റെ ലൈവ് കാണും. ഒന്നും അറിയാത്ത പോലെ. ജാങ്കോ ലൈവ് ആണ്. ജാങ്കോ അല്ല, ലോക്കോ. എടുത്ത് നോക്ക്, നീ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ലോക്കോ. ആ ഷോയിലേക്ക് ഞാൻ വന്നില്ല. റീച്ച് കൊടുക്കല്ലേ ഇവരെ സ്കിപ്പ് ചെയ്ത. ഇല്ല സ്കിപ്പ് ചെയ്യല. എന്തായാലും റേറ്റ് അടാ. ഇവരെന്തായാലും കഷ്ടപ്പെട്ട് പിക്ചർ എടുക്കാൻ വന്നതല്ലേ. റീച്ച് കൊടുക്കുക. എടുത്തോട്ട് റീച്ച് എടുത്തോട്ട്. ഇത് കണ്ടിട്ടില്ല. അതായത് ഇത് റോസ്റ്റ് പരിപാടിയാന്ന് മനസ്സിലായിട്ടില്ല. നമ്മൾ ഒരാളും വ്യക്തിപരമായിട്ട് നമ്മളെ ഷോക്ക് വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു പരിപാടിയല്ല. അതിന്റെ പിന്നിൽ ഒരു പോസ്റ്റർ ചേട്ടൻ കണ്ടെങ്കിൽ ഇതൊരു സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നു. ഏതെങ്കിലും ഒരു സിനിമയിൽ നിങ്ങൾ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ലൊട്ടകളുണ്ട്. അവർ ആ ലൊട്ടകൾ എടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രതികാരം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഈ ജഡായുവിനെ നമ്മൾ എടുക്കും. അല്ല അവിടെ തന്നെ അവനെ ഊക്കുവാണല്ലോ. അവന് അവിടെ 5 രൂപ എടുത്തിട്ട് കളിക്കാൻ പഠിക്കണം. ഇവരൊക്കെ നമ്മൾ എന്തിനാ വിളിക്കുന്നത്? എടാ 5 രൂപ ഒരു 1000 ആൾക്കാർ 5 രൂപ ഇട്ടാ നിന്റെ ഒരു മാസം ശമ്പളമായി നാറി. അത് ചിന്തിക്ക്. അടി ഇവര് ഇതുവരെ ധൈര്യം കാണിച്ചില്ല. അന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. അതാണ് ഇവർക്ക് അന്നെ അഫോർഡ് ചെയ്യാൻ പോലും പറ്റില്ല. കള്ളത്തീട്ടങ്ങള്. സിനിമാക്കാരൻ നിന്നെ വിളിക്കട്ടെ. എടാ സിനിമാക്കാരല്ലേ വിളിക്കട്ടെ. ആ സിനിമ ചെയ്യുന്നുണ്ടാ മാറി. അടാ ഇവരല്ലേ ഏതോ സിനിമയിൽ തല കാണിച്ചില്ല. എടാ എന്റെ സിനിമ വരുന്നുണ്ട്. ഇവർക്ക് സിനിമ ഉണ്ടാ. ഇവർക്ക് സിനിമ ഇവരാദ്യം ഏതോ ഒരു ചിരി പറച്ചിരി നട്ട് ഏതോ 40 വയസ്സ് കഴിഞ്ഞ ശേഷമുള്ള ആൾക്കാർ മാത്രം കാണുന്ന ഒരു പരിപാടി ഉണ്ട്. അതിൽ ചളി കോമഡി കളവൻ കോമഡി അടിച്ചിട്ട് അവിടെ പൊളിഞ്ഞ് അത് നടക്കിയിട്ട് സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഇറങ്ങി. അതൊന്നും നടന്നിട്ടില്ല. അതും മൂഞ്ചിപ്പോയി. പിന്നെ ഇതിലിറങ്ങിയ ആരും കഷ്ടപ്പെട്ട് സിനിമ എടുക്കുമ്പോ അതിനെ പിടിച്ച് റോസ്റ്റ് ചെയ്യാൻ എന്തോ പരിപാടിക്ക് നട്ട് സംഭവം ഇവർ ഉദ്ദേശിക്കുന്ന AB റോസ്റ്റ് പോലെ പുറത്തുള്ള പരിപാടി ചെയ്യാനാണ്. പക്ഷെ ആകുന്നില്ല. അതാണ് മൂഞ്ചിപ്പോയി. ഏറെ കയറിപ്പോയി. അതാണ് മൂഞ്ചത്. മെയിൻ പ്രശ്നം ഇവർക്ക് ക്രിയേറ്റിവിറ്റി കുറവാണ്. അതാണ് ഇവർക്ക് 4 ആൾ ഒന്നിച്ചിരിക്കുമ്പോ കുണ്ടന്മാർ 4 കുണ്ണ പൊട്ടിച്ച് കളിക്കുമ്പോ ഇവർക്കൊരു വൈബ് കിട്ടും.
ആ വൈബിൽ നാലാൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഇവർക്ക് എന്തോ ചിരിയെല്ലാം വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇവർ വന്ന് വീഡിയോ ഇടുന്നത്. മനസ്സിലായി? ഇവർക്ക് ഇൻഡിവിജ്വലി ക്രിയേറ്റിവിറ്റി ഇല്ല, അതാണ് പ്രശ്നം. നാലാളും ഫെയിലാണ്. ആസ് എ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ 4 ആളും ഫെയിലിയേഴ്സ് ആണ്. അതാണ് ഈ 4 എണ്ണവും ഷർട്ട് വെച്ചിട്ട് ഒന്നിച്ചിരിക്കുന്നത്. മനസ്സിലാവും? അവിടെ ഞാൻ കാര്യം പറയില്ല, ഇവര് 4 ആളും. അവിടെ നിങ്ങൾ 4 ആൾ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും അച്ചായ ഞാൻ പേടിച്ചു പോയി. അച്ഛാ ഒറ്റ ഇതെന്താ? അതാണോ? എടാ ഞാൻ കാര്യം പറയട്ടെ മുത്തേ, ഇവർ 4 എണ്ണം ഇത് കാണുന്നുണ്ടാ. ഞാൻ 100% ഉറപ്പ് പറയാല, 100% ഉറപ്പ് പറയാല. ഇവര് 4 എണ്ണം ഇത് ഇരുന്ന് കാണുന്നുണ്ട്. ലോക്കോ ഇൻസ്റ്റാൾ ചെയ്ത് കഷ്ടപ്പെട്ട്. ഇവർക്ക് ലോക്കോന്റെ സ്പെല്ലിംഗ് അറിയില്ല. പ്രത്യേകിച്ച് രണ്ടാമത് ഇരിക്കുന്നവരെ ഈ കളവിന് ലോക്കോ എന്നുള്ള സ്പെല്ലിംഗ് LOKO അടിച്ചിട്ട് മറ്റേ ഇവർ ശരിയായ കൊണ്ടോ ടൈമിന്റെ ബാക്കിയാടാ. ഇവരെ കണ്ടാ അറിയാം, ഇവ കോളനിയാണ് ശരിയാ. ഇതാ 5 രൂപയ്ക്ക് വീണ്ടും കളിക്കാൻ വിളിക്കുന്നത്. ശരിയാ, ഒരു പെണ്ണുണ്ടോ? അത് ഞാൻ എന്താക്കണം? ഇവരെന്ത് ബോറിംഗ് ആണ്. ഇതെന്താ ഇങ്ങനെ റോസ്റ്റ് ചെയ്യല്, ഇങ്ങനെ റിയാക്ട് ചെയ്യല്? എടാ ഞാൻ പറയട്ടെ, നിങ്ങൾ അന്നെ ഒന്ന് വിളിക്കുക. ഞാൻ കാര്യം ദയവ് ചെയ്ത് അന്നെ ഒന്ന് വിളിക്കും. ഞാൻ പറയട്ടെ, എന്നാ എന്നെ വിളിക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് ലൈവായിട്ട് ഇരുന്ന് റോസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ കാര്യം പറയല. ഐ ചാലഞ്ച് വിത്ത് ഐ ചാലഞ്ച് യു ഗൈസ് 1v4. ഞാൻ ഒറ്റക്ക്, നിങ്ങൾ 4 ആള് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ 4 ആള് ഞാൻ ഒറ്റക്ക് ലൈവായിട്ട് കട്ട് ചെയ്തൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ ഒരാഴ്ച പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് 10 ദിവസം വീഡിയോ ഇടാണ്ട് ഫുള്ള് എഴുതി വെച്ച് ഇവരങ്ങനെ റിയാക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത് വന്ന് വീഡിയോ ഇട്ട് വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത കരയുന്ന ഭാഗമെടുത്ത് കട്ട് ചെയ്ത് അതൊന്നും നടക്കൂല. ലൈവായിട്ട് സ്പോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഊക്കാൻ റോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ വാ. ലൈവില് വന്ന് റോസ്റ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ വാ. 1v4 ഞാൻ 1v4 ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യാം. വിറ്റ് റോസ്റ്റ് ചെയ്യും. 1v4 ഞാൻ ചാലഞ്ച് ചെയ്യാൻ നിങ്ങളെ. ഷാഹൻ ഡൊണേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായനെ വിളിക്കൂ. അച്ചായ ഇടയിരിക്കേ. നിങ്ങളെ വിളിക്കാൻ പറയുന്നു ഓഡിയൻസ്. 5 രൂപയ്ക്ക് കൊടുക്കാം. 5 രൂപ കൊണ്ട് വിളിക്കടാ. ഗൂഗിൾ പേയിൽ 5 ഉറുപ്പ്യ നിന്റെ ഇല്ലാടാ. അതല്ലേ നീയെല്ലാം വർഷങ്ങള് ഇവരെല്ലാം 2 ആഴ്ച ഇരുന്ന് കഷ്ടപ്പെട്ട് ഈ സ്ക്രിപ്റ്റ് ഇതെല്ലാം എഴുതി കോമഡി എഴുതിയോക്കോടാ. പാവങ്ങൾ ഇവരുടെ അവസ്ഥ നീ ആലോചിച്ച് നോക്കിയാ. 2 ആഴ്ചയിൽ ഇരുന്നിട്ട് കോമഡി എഴുതൂടാ. ഈ സ്റ്റേജിൽ പോയിട്ട് സ്റ്റാൻഡപ്പ് കോമഡി പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് 2 ആഴ്ച ഇരുന്ന് എഴുതും. പേജിൽ മൊത്തം എഴുതി വെക്കും. വന്നിട്ട് ഒരു വീഡിയോ എടുത്ത് ഇടുക ചെയ്യാം. ഇവർക്ക് ലൈവിൽ വന്ന് മുട്ടാനുള്ള ധൈര്യം ഉണ്ടാവില്ലടാ. ഉറപ്പായിട്ടുണ്ടാവില്ല. ഞാൻ 100% പറയാം. ഇവർക്ക് ലൈവിൽ വന്ന് മുട്ടാനുള്ള ധൈര്യം അങ്ങനെ ഉണ്ടാവില്ല. ഉറപ്പായിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ആ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ കാര്യം പറയല. ആ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാ. മുന്നിൽ നിന്നാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. ഇവരെന്ത് എന്ത് ക്രിഞ്ചോളി മുന്നിൽ റോസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യല്? അവിടെ ഞാൻ പഠിപ്പിച്ച ലൈവിൽ എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് ഞാൻ പഠിപ്പിച്ച. അച്ഛനെ മിസ് ചെയ്തെന്ന് അറിയുന്ന ഷഹീർ. ഇവരറിയില്ല നിങ്ങൾക്ക്? ഇവരെ അറിയില്ലേ? എന്തല്ലോട്ടാ. അത് ഉള്ള കാര്യം. ഇവരെന്ത് ബോറിംഗ് ആണ്. ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യല് ലൊട്ടകളെ. അവിടെ മേലെ ഇവരെ വീഡിയോ ഇവിടെ വെച്ച് റിയാക്ട് ചെയ്യാൻ പറയല. ഞാൻ കാര്യം പറയല. അടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ കാര്യം പറയല. ഈ വിറ്റ്ക്രൂ ലൊട്ടകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ധൈര്യം ഒന്ന് വന്ന് മുട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് അതിന് മാത്രം എന്നെ വിളിച്ചാൽ മതി. അല്ലാണ്ട് നിങ്ങൾ ഈ ലൊട്ട വീഡിയോസ് എനിക്ക് കണ്ടിരിക്കാനൊക്കെ കഴിയില്ല. ഓക്കെ, ഇനി അങ്ങനത്തെ ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കും. 1v4 മുട്ടാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കും. ഓക്കെ, ലൈവിൽ ഇരുന്ന് മുട്ടാം. ഓക്കെ, അല്ല ഫുള്ള് കണ്ടു തീർത്താൽ എന്താണ് ഒരു 2 മിനിറ്റും കൂടെ അല്ലേ ഉള്ളൂ. എന്താ പറയുന്നത്? റസീൻ ഡൊണേറ്റഡ് 50 രൂപ. എവിടെയായിരുന്നു? അച്ഛാ എവിടെയായിരുന്നു നോക്കുന്നതാ. ഞാന് പിന്നെ പറഞ്ഞാൽ മതിയോ? പിന്നെ പറഞ്ഞാൽ മതി. ഇവര് സംഭവം ഇവര് എന്റെ സ്ട്രീം കണ്ടിരുന്ന് ചിരിക്കുന്നതാണ്. ഇവരെന്തിനാ ഇപ്പൊ റിയാക്ഷൻ റോസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്? ഞാൻ പഠിപ്പിച്ചേരാ. ആ കാര്യം ഞാൻ പഠിപ്പിച്ചേരാ എങ്ങനെ റിയാക്ട് ചെയ്യണ്ട, റോസ്റ്റ് ചെയ്യണ്ടേ. അത് ഒരു കഴിവില്ലാത്ത 4 ആ വീഡിയോ കണ്ട് ചിരിക്കുന്നതാണ്. അത് ഞാൻ പറയും, നിങ്ങൾ എന്തിനാ ഇപ്പൊ വീഡിയോ ഇട്ടത്? നിങ്ങൾക്ക് എന്നാ പിന്നെ എന്റെ സ്ട്രീമും കണ്ടിട്ട് പുതപ്പിന്റെ ഉള്ളിൽ ഇരുന്നാ പോരെ. നിങ്ങൾ എന്തിനാ പിന്നെ വീഡിയോ ഇടാൻ ഇറങ്ങിയത്?
യൂക്കാലിക്കുപ്പിക്കകത്തൊക്കെ ബോട്ടിലാക്കാൻ പറ്റുമോ? ഇവന് നമ്മളെന്തിനാ കുപ്പിയാ? roast ചെയ്യുന്നത്? എടാ ബായി തുറക്കാൻ ഞാൻ കാര്യം പറഞ്ഞു. നീ ഇവിടെ വന്ന് ബായി തുറക്ക, ഞാൻ ബന്ധം കാണിച്ചു തരാം. കേട്ടാ ബന്ധം ഞാൻ കാണിച്ചു തരാം. പാടാ നീ വാ, വന്ന് ബായി തുറന്നിരിക്കും. ഉപ്പാനെയും കൂട്ടിക്കോ. ആൾക്കാരെ കൊടുക്കുന്നുണ്ടല്ലേ? അബൂ സാലിം എന്ന് പറഞ്ഞ വ്യക്തിയെ ഇത് ശരിക്കും നമ്മൾ അവന്റെ റിയാക്ഷൻ അല്ലേ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്, സെക്രട്ടറിയുടെ റിയാക്ഷൻ. അല്ല, ഇവൻ അതിന് വീണ്ടും റിയാക്ട് അവൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പറയണോ? കേസോക്കാം. അടി ഇത് എന്ത് ബോറാണ് ഇവര് സൈലന്റ് റിയാക്ഷൻ. ഇവർ ഇങ്ങനെയാണ് അടി കാര്യം പറഞ്ഞു. ഇവര് ഫെയിലേഴ്സ് ആണ്. ഇവർക്ക് ബാക്കിയുള്ള ആളെ ഇവർക്ക് ഇനി റീച്ച് ഉണ്ടാക്കണമെങ്കിൽ ഒന്നെങ്കിൽ അന്ന എടുത്ത് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അബൂ സാലിമിനെ പോലെ കുറച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ എടുത്ത് എന്തെങ്കിലും ചെയ്താലേ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയൂടാ. ഇവർക്ക് സ്വന്തമായിട്ട് ടാലന്റ് ഇല്ലാന്ന് ഇവരെന്നെ ഇതാക്കി കഴിഞ്ഞു, ഇവരെന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം അവിടെ സ്റ്റാൻഡപ്പിലോ രക്ഷപ്പെടുന്നില്ല, ഇതിലെങ്കിലും രക്ഷപ്പെടാൻ നോക്കണം. നാലുള്ള കഴിവില്ലാത്ത നാളെ വന്ന് ഇരിക്കുന്നില്ല ഒട്ടകള്. ആ കാര്യം പറയാലാ ഇതല്ലാതെ ഇതെന്താണ് ഇതിപ്പോ സ്ഥിരാക്കിയ. പിന്നെ ഇപ്പൊ ഉറങ്ങുമ്പോഴും ഞാൻ ഇതിട്ടോണ്ടാ കിടക്കണേ. സത്യമായിട്ടും എന്താ കവർ കൊണ്ടുവന്നാണ്ട് നേരത്തെ അവർ കൊണ്ടുവന്നതാണ് കുഞ്ഞാവയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. നിങ്ങളിപ്പൊ ഇങ്ങനത്തെ ഓരോ സാധനമല്ലോ കൊണ്ടുവരുന്നത്. പിടിച്ച ഇതെന്താ സാധനം? പപ്പടവട. ഇതൊന്നും നമ്മുടെ നാട്ടിലില്ലാലോ. പപ്പട ബോളിയാ? മിക്സർ. ഇത് മുറുക്കല്ല? മുറുക്കല്ലേ? കടല നല്ല കടല. Zenatsu donated 50 രൂപ ത്രൂ ഗൂഗിൾ പേ. അവർ കേസ് കൊടുക്കും. അവർ കേസ് കൊടുത്താൽ എന്റെ കുണ്ടിയിൽ വന്ന് കേസ് കൊടുത്തതാ. ഇതും കൂടി ചേർത്ത് കേസ് കൊടുത്തോ? അടി ഇതെന്താ പറയണ്ടാ? ഹലോ കോളേജ് അടാ ഞാൻ പറ്റാം. ടി വി റിക്രൂട്ട്മെന്റ് ഇല്ലാതെ തന്നോട് വിളിച്ചു നോക്കണ. കാലോസ് ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ഛൻ പാവം. ലവ് യു. അച്ഛൻ പ്രഗ്നന്റ് ആണ്. അച്ഛൻ പ്രഗ്നന്റ് ആണെന്നാ? അല്ല പെർമനന്റ് ആണോ എന്ന് ചോദിച്ചായിരിക്കും. അവന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പതായിരിക്കും. അച്ഛൻ പാവെന്ന് പറഞ്ഞ ഈഗിൾ വിളിക്കട്ടെ. ഈഗിളിനെ അറിയോ? അറിയില്ല. ഹലോ ഈഗിളാ? ആ ഓക്കെ. എടാ ഒരു അത്യാവശ്യ കാര്യം പറയാനാ. നീ ലൈവ് കഴിഞ്ഞ ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂലേ? എടാ എനക്ക് ടി വി ഒക്കെ കയറാൻ വേണ്ടിട്ടാണ്. ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ എന്തെങ്കിലും സെറ്റ് ആക്കിട്ടാടാ. എടാ എന്താടാ ചിരിക്കുന്നത്? എടാ ഞാൻ എന്താടാ കഴിവില്ലാത്തവരാ? എനക്കെന്താടാ അണ്ടിയില്ലേ? ടി വി ഒക്കെ കയറാനുള്ള അണ്ടിക്കുറപ്പ് എനിക്ക് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എടാ ഒന്ന് കേട്ടടാ, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്തരാടാ. ആ എന്ത് വേണം ചെയ്തിരും. വാസു നിനക്ക് എന്നാടാ? അല്ല ഞാൻ തമാശ കാര്യം. എടാ തമാശ വിടും. ഞാൻ കാര്യമായിട്ട് ചോദിക്കട്ടെ ഈകളെ, ഈ ടി വിയിൽ കയറണമെങ്കിൽ ഗൺ പവർ നിർബന്ധ? എടാ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു മാസം ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കി വിചാരിക്കാം. ഇത് കേറാൻ ചാൻസ് ഉണ്ടാ? അതോ എന്തായാലും എന്നെ കേറ്റൂല എന്നുള്ള ഒരു ഉറപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എന്നാ പിന്നെ ഞാൻ കഷ്ടപ്പെടണ്ടല്ലോ. നമ്മുടെ കൂട്ടത്തിലൊരു 4 പയ്യന്മാരെ 1v1 വിടും. അവന്മാരെ 4 പേരെ അടിച്ചിട്ടാ നിന്നെ എടുക്കാം. ഉറപ്പായിട്ട് 4 പേരെ അടിച്ചിട്ടാ എടുക്കുന്ന ഉറപ്പാ? വേറെ കണ്ടീഷൻ ഒന്നും ഇല്ലാന്ന് ഉറപ്പാ? അതായത് 4 പേരെ ഒന്നിച്ചല്ലാല ഒന്നിച്ചല്ലാല എന്നെ അടിക്കാൻ വരുവാ? ഓരോരാളായിട്ടല്ലേ? ആ ഓക്കെ. അപ്പൊ 4 ആൾക്കാരെ പൊട്ടിച്ചാ എന്നെ കേറ്റുമെന്ന് ഉറപ്പല്ലേ? ഇത് വാക്കാണ്, വേർഡാണ്. ഞാൻ ലൈവിലാണല്ലേ? ഓക്കെ. എന്നാ ഞാൻ ഇന്ന് മുതൽ പ്രാക്ടീസ് തുടങ്ങാൻ. ഓക്കെ. 4 പേരെ എപ്പോ അടിച്ചിട്ടാണ് എടുക്കണേ? വേർഡാണ്. ഹഷിക് ഡൊനേറ്റഡ് 44 രൂപ. ഇനി എപ്പോഴാ അച്ഛാ ഫസിയായിട്ട് ഡാൻസ് എപ്പാ നിൽക്കുന്നത്? ഞാനിപ്പോ പുതിയ ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഫസീനെ വിളിച്ചിട്ട് ഓളെയും പഠിപ്പിക്കണ്ടേ? നിങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതിയാ? അവള് ഡാൻസർ ആണല്ലോ, പിന്നെ നമ്മളാണല്ലോ ഈ സ്റ്റെപ്പ് അറിയാൻ പാടില്ലാതിരിക്കണം. പിന്നെ ഡാൻസ് മാസ്റ്റർ വിക്രം എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. മറ്റേ വിക്രം അല്ല, ഒറിജിനൽ വിക്രം. ആ പൊട്ടാൻ വിശ്വസിച്ചു പോയ ചങ്ങ എന്നാ അറിയാം. ചേഞ്ച് ക്യാമറ. ക്യാമറ ചെയ്തോ? അരുണിമാ ഡൊനേറ്റഡ് 50 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ഛാ ഡാൻസ് കളിക്കും. അച്ഛാ ഡാൻസ് കളിക്കുന്ന അറിയാം? ഡാൻസ് കളിപ്പിച്ചിട്ട് പറ്റുള്ളൂ. ആ ഡാൻസ് കളിക്കണം എന്നാ പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കളിക്കാം. ഇതില് ഡാൻസ് ചെയ്യാൻ പറ്റിയ പാട്ടൊന്നും ഇല്ലടാ. എന്റെ എല്ലാം റാപ്പല്ല, ഇങ്ങനത്തെ അല്ല ഉള്ളത്.
people call them big shots. On the scene, major packing hundreds in my drawers. Fuck the law, bitches, I fuck with a passion. I'm living rough and raw, catching cases at a fast rate, rolling in the fast lane. Hustle till the morning, never stop until the cash came. Live my life as a thug nigga, till the day I die. Live my life as a boss player, it's even getting hot. These niggas got me talking. Top down, keep your head up, nigga, make these motherfuckers suffer. Game sharper than the motherfucking razor blade. Save money, bring bitches, bitches bring lies. One nigga's getting jealous and motherfuckers die. Depend on me like the first and 15. They might hold me for a second, but they won't get me. We got 4 niggas and low rise and ski mask screaming thug life. Every time they pass, all eyes on me. Little life of a thug nigga, till the day I die. Little life of a boss player, all eyes on me. I let them niggas know it's on for life. Don't let the west side rob the night. All eyes on me. Little life of a thug nigga, till the day I die. Little life of a boss player, all eyes on me. I start this gangster shit, and it's the motherfucking thanks I get. Hello. അച്ഛനോട് റാമ്പ് വാക്ക് ചെയ്യാൻ പറയുന്ന. അയ്യോ, റാമ്പ് വാക്ക് ചെയ്യാൻ പറഞ്ഞു. എടാ നമ്മള് കൊച്ചിയിലെ ഗ്യാങ്, ഈ ഗ്യാങ്ങിനോട് ഞാൻ കാര്യം പറയല ഇങ്ങോട്ടാ. ഗ്യാങ് ടീമിനോടാണ് വന്നിട്ട് നീ റാമ്പ് വാക്കെല്ലാം ചെയ്യാൻ പറയുന്നത് കേട്ടില്ല. നോക്കിട്ട് സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചോ. ഞാൻ കാര്യം പറയല, സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചോ. BGM സൈക്കോ. എടാ സൈക്കോനെ കളിക്കണം. കളിച്ചാലോ എടാ സൈക്കോനെ കളിച്ച സീനായിരിക്കും മുത്തേ. പണ്ടത്തെ ആജന്മ ശത്രുവാണ്, ഓർമ്മണ്ടാ? പണ്ടത്തെ ഇഷ്യൂ അറ്റാ മോനെ. പണ്ട് ഗെയിം തലക്ക് പിടിച്ചിരിക്കുന്ന ടൈം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് അല്ലേ. ഏറ്റവും മൊത്തം ഒരു ദിവസം ഏതോ ഒരു മാപ്പിൽ മിറാമറിലായിട്ട് ഞാൻ സൈക്കോനെ തലക്കടിച്ചിട്ടാ ഒരു ദിവസം. കാറിനെ വെച്ചിട്ട് 8x വെച്ച് തലക്കടിച്ചിട്ടാ ഒരു ദിവസം. അന്ന് കയറി എക്സ്ട്രാ അച്ഛൻ എന്താരാ അങ്ങോട്ട് മതി. ഒറിജിനലായിട്ട് പെണ്ണാണോ? അതിനെന്താ പ്രൂഫ് ഉള്ളേ? എനിക്കിപ്പോ കൊറേ ഫേക്ക് കോളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. എപ്പോ എവിടെ വെച്ച് എങ്ങനെയാ ഒന്ന് പെട്ടെന്ന് പറ. ഡേറ്റിംഗോ? അച്ഛനുമായിട്ടോ? ഹലോ, ഇതാരാ? ഒരു മിനിറ്റ്. ഹലോ. അത് എന്റെ ഒരു വട്ട പിടിച്ച ഒരു അനിയനുണ്ട് ഇവിടെ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പ്രോഗ്രാമിന് ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാനേ ഇപ്പൊ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുട്ടി. നീ വിളിച്ച സമയം എന്തായാലും കൃത്യമായിട്ടുള്ള സമയമല്ല. എന്തായാലും സ്ഥലം എവിടെയാ? അത്രയും പറഞ്ഞാൽ മതി, ഇനി പറയണ്ട. കൊച്ചിയിലാണല്ലേ? എന്താ ചെയ്യണേ? എന്താ പഠിക്കണേ? ജീവിതം പഠിക്കുകയാണോ അതോ സ്കൂളിൽ പഠിക്കുകയാണോ? ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണോ? ഒരു മിനിറ്റ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ എത്ര വയസ്സൊക്കെയാണ്? ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒരു മിനിറ്റ്. 18 വയസ്സ്. 18 വയസ്സ് സെറ്റ് ആവൂലല്ലേ? 18 വയസ്സ്. വീഡിയോ കോള് നീ റിയൽ ആണെന്ന് തെളിയിക്കണം. ഇതിപ്പോ സൗണ്ട് മാറ്റിട്ട് വേറെ ആരെങ്കിലും വിളിക്കുന്നതാണോ ഇതാണോ ആർക്കറിയാം? പറ്റിക്കുന്നതാണെന്ന് ആർക്കറിയാം? നീ വീഡിയോ കോൾ ചെയ്താ വിശ്വസിക്കാം. നമ്മള് കൊച്ചിയിലാ. എന്ത് കണ്ടുകൊണ്ട് സീരിയസ്ലി പറയാൻ തുടങ്ങി. നീ ഇപ്പൊ അച്ഛൻ്റെ എല്ലാ ലൈവും കാണലുണ്ടാ? ഏതിലാ ലൈവ് ഒന്ന് പറഞ്ഞ? അതല്ല, ഏത് പ്ലാറ്റ്ഫോമിലാ ലൈവ് വരുന്നത്? ഞാൻ ഏത് പ്ലാറ്റ്ഫോമിലാ ലൈവ് ചെയ്യുന്നത് അത് പറ. ആ ലൈവ് എവിടുന്ന് കാണുന്നത്? ലൈവ് ഒരു സ്ഥലത്ത് പോയിട്ട് കാണണ്ടേ? ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ലിങ്ക് ഇടുന്നുണ്ട്. ലോക്കോ കാണലുണ്ട്. ഇൻസ്റ്റൈഡ് എന്താ പറയല്ലേ? എന്താ അതെ, ഒരു പൊസസീവ്നെസ് എന്ന് പറഞ്ഞ സാധനം നിനക്കുണ്ടോ?
വെറുതെ കേറി നോക്കാലോ, വെറുതെ ആൾക്കാർ കണ്ടോട്ട് ആരാന്ന്. Ajay has donated 10 രൂപ through Google Pay. അവൾ ആരെയോ കളിച്ചിട്ട് നിൽക്കുവാണെന്ന് തോന്നുന്ന സൗണ്ട് കേട്ടു. Shut the fuck up. Bro, bye മൂട്ട്. ഏയ് അങ്ങനെയാണ് ഇത് ഫസിയാണ് വിളിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഇവിടെ വീഡിയോ കോൾ വിളിക്കേണ്ടി വരുമോ? ചാറ്റിൽ വരുന്നതാ, അത് നോക്കണ്ട. അത് എന്തുണ്ടെങ്കിലും സ്ക്രിപ്റ്റ് ഫസി എന്തെല്ലോ വരും, അത് നോക്കണ്ട. ചാറ്റിങ് നോക്കണ്ട, പറ കാര്യം പറ, എന്താ സംഭവം പറ. നിങ്ങളെന്തിനാ അത് നോക്കി ടെൻഷനാവേ? അല്ലടാ, ഈ വൃത്തികെട്ടന്മാർ ഓരോ മെസ്സേജ് എഴുതി വിടണം കണ്ടിട്ടാ ഞാൻ. നിങ്ങൾക്ക് ഒരു പെണ്ണ് തെറ്റാന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല, മനസ്സിലായോ? ആണോ? അതുകൊണ്ട് പറയുന്നത്, അസൂയ കൊണ്ട് പറയുന്നത്. നോക്കണ്ട, സത്യമായിട്ട് നിങ്ങൾ അത് നോക്കിട്ട് താണ്ട, നിങ്ങൾ സംസാരിക്കും. എന്നെ എനിക്കൊരു പെണ്ണ് സെറ്റാകണമെന്ന് പറഞ്ഞ നിനക്കൊക്കെ എന്താണ് കേട്? മോളെ സത്യമായിട്ടും നിനക്ക് എന്നെ ഇഷ്ടാണോ? അയ്യോ, ഇത് ഫസിയാണ് വിളിക്കണേ. പോയാ ഫസിനെ ഞാൻ വിളിച്ചരാം. നിനക്ക് ഫസിനെ ഞാൻ കോൾ ചെയ്ത് തരാം. ബട്ടർഫ്ലൈസ്, എനിക്ക് മൊത്തം ബട്ടർഫ്ലൈസ്. അതെ, ഞാൻ ഇത്രയും നാള് കാത്തിരുന്നത് ഈ കുട്ടിക്ക് വേണ്ടിട്ടാണോ? സത്യമായിട്ടും എനിക്ക് വയ്യ. കുട്ടി കാണാൻ എങ്ങനെയായിരിക്കും? ഒരു ഐഡിയ പറഞ്ഞുതരാമോ? ഹലോ ഫസി, ഒരു ഹലോ പറഞ്ഞേ. ഫസി എടുത്തിട്ടുണ്ട്. നീ പറ. അല്ല, ഞാനേ എന്നെ ഇതിനകത്തൊരു കോൺസെൻട്രേഷൻ താ. ഞാൻ ആദ്യം സോറി എനിക്ക് വേർക്കണം. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, കുട്ടീനെ കാണാൻ എങ്ങനെയാ? ഓ, കളറിലൊന്നും വലിയ കാര്യമില്ലെന്നേ. കാണാൻ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ ഞാൻ നിങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യണേ. ആരെ കാണാ? എന്നെ കാണാനല്ല, കുട്ടീനെ കാണാൻ. അതെങ്ങനെയോ? അത് ഫോട്ടോ ചോദിക്കാം, ഇൻസ്റ്റ ഐഡി ചോദിക്കും. അതാ ഞാൻ പറ, നമുക്ക് ഇൻസ്റ്റ തുറന്നു നോക്കാം. ഇപ്പൊ ഇൻസ്റ്റ ഐഡി തരുമോ? ഇൻസ്റ്റ ഐഡി തരുമോ? വെറുതെ നോക്കാനാ, കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? വീഡിയോ കോൾ ചെയ്യാൻ പറയുന്നുണ്ട്. അല്ല, സത്യസന്ധമാണോ ഇത്? അത് എന്നെ ആരെങ്കിലും പറ്റിക്കാനാണോ ഇത്? എനിക്കറിയില്ല. സാധാരണ ഇങ്ങനെ കോള് വരുത്തുണ്ട് ഇപ്പൊ. ഇൻസ്റ്റയിൽ നമ്പർ ഇട്ട് കൊടുത്തു, നമ്പർ കൊടുത്തല്ലേ? പിന്നെ എങ്ങനെ നമ്പർ എങ്ങനെയാ വിളിക്കുന്നത്? എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി കുട്ടി? നിന്റെ കടിയും കയറിയിട്ട് ഇൻസ്റ്റയിൽ മൊത്തം ഇങ്ങനെ നമ്പർ പബ്ലിക് ആക്കിയിട്ടുണ്ടാവും. ഞാൻ ഇല്ലടാ, ഞാൻ നമ്പർ ആർക്കും കൊടുത്തിട്ടില്ല. ആൺപിള്ളേർ ആരെങ്കിലും ചോദിച്ചാൽ നമ്പർ കൊടുക്കുന്നല്ലാണ്ട് പെൺപിള്ളേർക്ക് ഞാൻ എവിടെ നമ്പർ കൊടുക്കാനാ? ഇത് ശരിക്കും നീ ഇൻസ്റ്റയിൽ ബയോലാർ നമ്പർ കൊടുത്തില്ല. നീ ആര് പറഞ്ഞിട്ട് ഇത് ആരുടെ സ്ക്രിപ്റ്റാന്ന് പറ? ഇത് എന്നെ ഓമ്പിക്കാനായിട്ട് ആരുടെ സ്ക്രിപ്റ്റാന്ന് പറ? എന്റെ നമ്പറിൽ അവനെ ഞാൻ നിന്നെ കൊന്നിടുവേ, സൊല്ലിട്ടെ. എന്റെ ഉമ്മ സത്യം എന്താ പൈസക്കാരനാക്കാതെ സൊല്ലിട്ടെ. എനിക്ക് എന്നെ சொல்லணும்னு தெரியும். എനിക്ക് എന്ത് പറയണം ഇപ്പോഴോ? ഞാൻ റെഡിയാണ്, നമുക്ക് പോയി കാണാം. മോളെ, ഈ 11:30 എന്ന് പറഞ്ഞാല് കൊച്ചിക്കാർക്ക് ഒരു വലിയ വിഷയമുള്ള ടൈം അല്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് രാത്രി തന്നെ കാണാൻ പറ്റുമോ? അല്ല, ഈ ശുഭസ്യ സീക്രം എന്നാണല്ലോ. ഉമ്മയൊക്കെ സീനാണെന്നോ? എടാ, നിനക്ക് ശരിക്കും എത്ര വയസ്സുണ്ട്? 20. പിന്നെന്താ കുഴപ്പം? 20 വയസ്സുണ്ടല്ലോ. കുട്ടി, ഞാൻ എന്താ പറയാ, ഇതുവരെ പെയ്യാത്ത മരുഭൂമിയിൽ ഒരു മഴത്തുള്ളി വീണ് കഴിഞ്ഞാൽ തന്നെ അത് നനഞ്ഞോന്ന് ചോദിക്കണ മാതിരിയുള്ള ഒരു ചോദ്യമാണ് ഇതൊരു. മയിലാണ് വോയിസ് ചേഞ്ചർ ആയിരിക്കും. അല്ലല്ല, ഇത് ഒറിജിനൽ പെണ്ണാണേ. ആ കുട്ടി എന്നോട് ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ടില്ലേ? അപ്പൊ അത് ഒരു പെണ്ണിന്റെ ഫീലിംഗ്സ്. കുട്ടി, ഞാൻ നിന്നോട് സത്യസന്ധമായിട്ട് ചോദിക്കുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഭാവി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? 20 വയസ്സും 40 അടുത്ത പ്രായവും വലിയ ഡിസ്റ്റൻസ് ആണല്ലോ. കെട്ടാനുള്ള പ്ലാനാ. അനക്കെന്തോ ഇതങ്ങോട്ടൊരു ദഹിക്കുന്നില്ല. അല്ല, അങ്ങനല്ല, ഒരു ഈ ലൈവിൽ വെച്ച് കിട്ടിയത്, ഈ ലൈവിൽ വെച്ച് 10 രൂപ ഗൂഗിൾ പേ. പോക്സോ അല്ല, 20 വയസ്സുണ്ട്. പോക്സോ അല്ല, പോക്സോ അല്ല. ഈ അതായത് പറഞ്ഞു, ഈ പണ്ടാരങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. ഒന്ന് പോയ വേണ്ടത്.
പോക്സോ എന്നല്ല, നിങ്ങൾ പിന്നെ പറഞ്ഞില്ല, പോക്സോ. അല്ല ആ പെണ്ണിനോട് പറഞ്ഞേ ഇങ്ങനത്തെ അവളോട് മിണ്ടാണ്ടിരിക്കാൻ പറ. ഞാൻ എന്റെ പെണ്ണിനോട് സംസാരിച്ചോണ്ടിരിക്കുക. അത് ഈ ലൈവിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കിട്ടാത്തതിന്റെ ഇതാണ് ഈ ലൈവ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. ഹണി ട്രാപ്പ്. ഞാൻ അങ്ങ് സഹിച്ചു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഹണി ട്രാപ്പിൽ പടാൻ കാത്തിരിക്കുന്നത് ഞങ്ങൾ ഈ ലൈവിൽ കിട്ടിയത് ഞാൻ ഈ ലൈവിൽ കെട്ടും. അങ്ങനെയാണ് നമ്മൾ ലൈവിൽ കിട്ടിയത്. നടക്കൂല, അത് ജെന്യൂൻ ആണോ നോക്കാതെയോ. എടാ ഞാനങ്ങ് കല്യാണം കുട്ടികൾ വരെയൊക്കെ സ്വപ്നം. ഹലോ പറ. ഞാൻ കൊച്ചിയിലാ താമസിക്കുന്ന ഇപ്പൊ. കണ്ണൂരാന്ന് കരുതിട്ടാ വിളിക്കുന്നത്. കാണാനാ? എടാ ഇതൊരു ചലഞ്ചാണ് കേട്ടോ കൂട്ടുകാരെ. എന്റെ ലൈവിലുള്ള എന്റെ ഫ്രണ്ട്സ്, അച്ചായൻ ഭ്രാന്തായിട്ട് പറയാന്ന് കരുതരുത് ഒരിക്കലും. അച്ചായന്റെ ഉയിരിനുയിരായ മക്കളെ, എനിക്ക് ഒരു ലൈവിൽ ഒരു കോള് വന്നിട്ട് അച്ചായന് ഞാൻ പറയാം, അച്ചായൻ എപ്പോ വേണമെങ്കിൽ പെണ്ണ് കിട്ടും. അച്ചാൻ പഠിക്കാൻ വേണ്ട, ഈ നമ്പർ എനിക്ക് ഞാൻ നോക്കില്ല, ഞാൻ ബാക്കി ചെയ്ത് നോക്കി നീ അങ്ങനെ ഉണ്ടാക്കും. ഞാൻ പിന്നെ നോക്കട്ടെ നമ്പർ 40 രൂപ ത്രൂ ഗൂഗിൾ പേ. പ്രൂഫ് കാണിക്കാൻ വിശ്വസിക്കും. പ്രൂഫ് കാണിക്കാം. പോടാ, ഇന്റെ പ്രൂഫ് എനിക്ക് വേണ്ട. അല്ല മോളെ, നീ എന്തിനു കൊച്ചിയിലാടേന്ന്? ലൈവിൽ പറഞ്ഞാൽ ശരിയാവില്ല. കൊച്ചിന് ലൈവ് ഓഫ് ആക്കട്ടെ. ലൈവ് ഓഫ് ആക്കട്ടെ. നമുക്ക് ലൈവ് നിർത്തിയാലോ? പോയിട്ട് നാളെ കളിക്കാം. പബ്ജി നാളെ കളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്.